ഹായ് ഓ അമിഗോസ് ഓൺ സ്ക്രീൻ ദിസ് ഈസ് വിക്കി ആൻഡ് ജിഷ്ണു. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ലൊക്കേഷൻ കണ്ട് വീഡിയോ കണ്ടവരെല്ലാം കുറച്ച് പേരെ കണ്ടുള്ളൂ. ആ കണ്ടവരെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കമൻറ്റൊക്കെ ചെയ്തു. ഇനി അടുത്ത വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു അല്ലേടാ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ കമൻസ് എല്ലാം ഞങ്ങളൊരു പ്രോത്സാഹനമായിട്ട് എടുത്തുകൊണ്ട് ഞങ്ങളിത് ഇപ്പോൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. എന്താണ് നീ വല്ലതും കേട്ടോ? ഇല്ല, ഞാൻ ഒന്നും കേട്ടില്ല. നീ വീഡിയോ എടുത്ത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഷ്ണു സാറിൻ്റെ സാലറി വന്ന ദിവസമാണ്. ഇന്നലെ ആയിരുന്നു, പക്ഷേ ഇന്നലെ ഞങ്ങളിത്തിരി തിരക്കിലായിപ്പോൾ സാറും വരാൻ ഇത്തിരി വൈകി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാറ് ചിലവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഒരു വൈബ് സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് സാറ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവാം അല്ലേ? കൊണ്ടുപോകില്ലേ? അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ജസ്റ്റ് എന്തെങ്കിലും പുറത്തു പോയിട്ട് കഴിക്കാന്നുള്ള പ്ലാനിൽ അത് ജിഷ്ണുവിൻ്റെ ചിലവിൽ അത് പറയണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് അനീഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെന്തായാലും വിളിക്കണോട്ടോ, ഒഴിവാക്കലേ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അവനെ വിളിക്കാൻ ചെന്ന് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവൻ നൈസായിട്ട് അവിടെ നിന്ന് തെറ്റി. ഞങ്ങളെ ചതിച്ചു ഗൈസ്, അനീഷ് ഞങ്ങളെ ചതിച്ചു. വീട്ടിൽ പുള്ളിയുടെ പുള്ളിയുടെ അമ്മ പറഞ്ഞത് പുള്ളി അമ്പലത്തിൽ പോയതാണ്. ഞങ്ങൾ ഈ ഒരു 3-4 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ അമ്പലങ്ങളും പള്ളികളും അടിച്ചു പെറുക്കി. അതെ, ആളെ കിട്ടിയില്ല. അപ്പോൾ ആള് ഫോൺ വിളിച്ചാലും എടുക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അതായത് ആളെ ഫോൺ വിളിച്ചാൽ കിട്ടൂല, ഒരുമാതിരി ചാർലിയുടെ സ്വഭാവം. അപ്പോൾ ആളെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ആളെ നോക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിനിപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ജിഷ്ണു പറഞ്ഞ വൈബ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്രഷ് സ്ഥലവും ഞാൻ ഇതുവരെ എങ്ങും വന്നിട്ട്. എവിടെയാണ് സ്ഥലം? ഇരുമ്പുപാലത്തിൻ്റെ ആണല്ലേ? ഇവിടേക്ക് കണ്ണടച്ച് വേണമെങ്കിൽ ബൈക്ക് ഓടിച്ചു വരാം. ഇവിടെ നീ കൊണ്ടുപോകും എന്തെങ്കിലും കേട്ടോ പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല വൈബ് പ്ലേസാണ്. എന്തൊക്കെ പറഞ്ഞാൽ ശവം അല്ല ശവം കിട്ടി. എന്നെ വിളിച്ചല്ല ഗൈസ്, ശവം കിട്ടിയെന്ന്. അത് നമുക്കൊന്നും ചെയ്യാനില്ല. അവരായി പോലീസുകാരായി അവർ തെളിയിച്ചോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വൈബ് പ്ലേസ് ആണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തൃപ്പൂണിത്തുറയുടെ ഹൃദയഭാഗത്താണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ ഇവിടുത്തെ പണ്ടത്തെ ഇരുമ്പ് പാലം തൃപ്പൂണിത്തുറ അതാണ് ഇങ്ങനെ പറയണത്. ബ്രിട്ടീഷുകാർ പണിതാണ് ഉള്ളതാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ തൃപ്പൂണിത്തുറമ്പലമാണ് ബാക്ക് സൈഡിൽ. അത് നമ്മൾ കാണിച്ചു തരാം. അങ്ങനെ ഇതിൻ്റെ രണ്ടിനും നടുക്കുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ നല്ല വൈബ് ഒരു മരമൊക്കെ ഉണ്ട്. പ്രശ്നമുണ്ട്. എന്താ അല്ല, ഇവിടെ നമ്മൾ ചായ കുടിക്കാനാണ് തോന്നുന്നത്. പക്ഷേ ചായക്കട അടച്ചിട്ട് പോയി. ചായക്കട അടച്ചിട്ടിരിക്കുകയാണ് ഗൈസ് നൈസായിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മളിപ്പോൾ ചായ നമുക്ക് വീട്ടിൽ നിന്നാലും കുടിക്കാമല്ലോ. നമ്മൾ ഈ വൈബ് പ്ലേസ് അല്ലേ, അതെ. അപ്പോൾ വൈബ് പ്ലേസ് നമ്മൾ പിടിച്ച് നമുക്ക് ഇനിയിപ്പോൾ ഇവിടുത്തെ പറഞ്ഞ പോലെ ഇരുമ്പുപാലത്തിൻ്റെ കാഴ്ചകളും നമ്മുടെ തൃപ്പൂണിത്തുറ ചരിത്രത്തെ പറ്റി തൊണ്ടക്ക് പാടില്ലടാ. നീ വേണമെങ്കിൽ 2 വാക്ക് പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ സമയത്ത് പടമെന്ന് ഞാൻ പറഞ്ഞു. ബ്രിട്ടീഷുകാർ പണിത ഇതാണ്. അതേ എനിക്കും പറയാനുള്ളൂ. നമുക്ക് തൃപ്പൂണിത്തുറത്തിൻ്റെ ആ ഭാഗവും നമുക്ക് ഇരുമ്പുപാലമൊക്കെ ഒന്ന് കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് അമ്പലത്തിൻ്റെ തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ, അതായത് ശ്രീ പൂർണ്ണത്രേശ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയാണിത്. പടിഞ്ഞാറൻ നടയല്ലേ? അതെ, പടിഞ്ഞാറൻ നടയാണ്. അപ്പോൾ എനിക്കെപ്പോഴും പടിഞ്ഞാറൻ നടയാണ് എപ്പോഴും നല്ലൊരു വൈബ് പ്ലേസ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അറിയോ, ഇവിടെ പെട്ടെന്ന് അങ്ങനെ തിരക്ക് കുറവല്ലേ. അതെപ്പോഴും റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്പേസ് ഇല്ല. ഇവിടെ അധികം വണ്ടി വരുമെങ്കിലും മെയിൻ റോഡൊന്നുമല്ലല്ലോ, മെയിൻ റോഡ്. അപ്പം പിന്നെ നിറച്ച് മരങ്ങളും എല്ലാം ഉണ്ട്. വലിയ തിരക്കും പറഞ്ഞ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സമയത്തായതുകൊണ്ട് ഇങ്ങനെ വണ്ടി വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാമെന്നുണ്ട്, പക്ഷെ ഞങ്ങൾ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അകത്തേക്കൊന്നും കയറാനില്ല. നൈസായിട്ട് ഞങ്ങളിപ്പോൾ അടുത്ത നമ്മൾ അമ്പലത്തിലൊന്നുമല്ലല്ലോ. സോറി, ചായ കുടിക്കാൻ വന്നതാണ് ഞങ്ങൾ. കംപ്ലീറ്റ് പോയി ചായക്കട അടച്ച് അനീഷ് നമ്മളെ ഇന്ന് മൊത്തം തേക്കലാണ് എല്ലാവരും കൂടി. കുഴപ്പമില്ല, നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും വന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, ഇരുമ്പുപാലം കൂടി കണ്ടിട്ട് നമുക്ക് നൈസായിട്ട് വീഡിയോ നിർത്താം. എന്ത് പറയണം? ഓക്കെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഇരുമ്പുപാലം. ഞങ്ങൾ ഇരുമ്പുപാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് നടക്കുന്നത്. പണ്ട് ഇതിൻ്റെ 2 സൈഡിൽ നടക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാ ഇതിപ്പോൾ തകർന്ന് നടക്കാണ്ട. ഇവിടെ അതിപ്പോൾ നടക്കാൻ പറ്റില്ല. അതായത് 2 സൈഡിലും കാൽനടയാത്രക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അതെനിക്കത് തടിയായിരുന്നു ഇപ്പോൾ. അത് തടിയായിരുന്നു. മെയിൻ സാധനത്തിൽ സൈഡായിട്ട് സപ്പോർട്ട് ഇതിൻ്റെ
സപ്പോർട്ടിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ആ തടിയുടെ പാലം ഉണ്ടായിരുന്നത്, 2 സൈഡിലും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഈ തടിപ്പാലത്തിൽ നടന്ന് ഇങ്ങനെ പോവാം. പിന്നെ അത് മാറ്റിയിട്ട് ഇതിൽ കൂടി വണ്ടി പോകുമായിരുന്നല്ലോ, ഇപ്പം അത് റെസ്ട്രിക്ട് ചെയ്തിട്ട് 2 വീലർ മാത്രമാക്കി. പണ്ട് 4 വീലർ വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇതിപ്പോൾ എന്നാലും അവർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. കാര്യം നമുക്കൊരു സന്ദർശിക്കണ പോലെ തോന്നണില്ല. നിലവിൽ ആൾക്കാർക്ക് ബൈക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് ആൾക്കാർ യൂസ് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു. ചെറിയ റോഡ് കണ്ടു കഴിഞ്ഞാലും അത്രയ്ക്ക് ക്വാളിറ്റിയിലല്ല കിടക്കണം, കുണ്ടും കുഴിയും എല്ലാം ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും ആ ഒരു കൈവരിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, അടച്ചു പൂട്ടിയിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു സെൻസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഓൾമോസ്റ്റ് സെറ്റാണ്. ഞങ്ങളിവിടെ ഇനിയിപ്പോൾ അടുത്ത ഭയങ്കര തിരക്കുള്ള ടൈം, റഷ് ടൈമാണ്, ഓഫീസ് കഴിഞ്ഞ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് വീഡിയോ നിർത്തുകയാണ്. ഓക്കെ ബൈ ഗൈസ്. ഞങ്ങളിപ്പോൾ മണിക്കൂറുകളായിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ ഞങ്ങളൊരു ചായക്കട എത്തിയിരിക്കുകയാണ്. അനീഷിനെ കിട്ടിയില്ല, അനീഷിന് മാത്രം കിട്ടില്ല. അവനെ ഞങ്ങൾ വേറെ പിടിച്ചോളാം, അത് കുഴപ്പമില്ല. നമ്മുടെ വേണിച്ചേണ്ട കടയിലാണ് വന്നേക്കണേ. ശരിയാ, നൊസ്റ്റാൾജി. പഴയ ഫുഡൊന്നും ഉദ്ദേശിച്ചതല്ല, പഴയ ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങൾ അവിടുത്തെ ഫുഡ് കഴിച്ച് സെറ്റാണ്, പഴയ ഒരു ടേസ്റ്റൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.